ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇക്കാക്ക അഥവാ എൻ്റെ ജ്യേഷ്ഠന് സൗദിയിൽ എൻ്റെ വീട്ടിൽ 9 മക്കളാണ് ഉള്ളത്. 5 ആണും 4 പെൺമക്കളാണുള്ളത്. അപ്പോൾ ഞങ്ങൾ മക്കളും പേരക്കുട്ടികളും കൂടിയാൽ തന്നെ ഒരു മൗലൂദ് ചെല്ലാനുള്ള ആളൊക്കെ ഉണ്ട്. അപ്പോൾ റബീഉൽ അവ്വലൊക്കെ അല്ലേ, അപ്പോൾ ഒരു മൗലൂദും ചെല്ലാൻ വിചാരിച്ചിട്ടായിരുന്നു. ഇത് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉള്ളി ഇതൊക്കെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചോറ് വറ്റിച്ചാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പിന്നെ അരി ഇട്ട് കൊടുക്കുകയാണ്. കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മൾ എത്രയാണോ അരി വെക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഇരട്ടിക്ക് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 7 കിലോ അരിയാണ് വെക്കുന്നത് കേട്ടോ. ബിരിയാണി എങ്ങനെ വെക്കുന്നത് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറ് വറ്റിച്ച് വെക്കൂല, അതേപോലെയാണ് കേട്ടോ. അപ്പം ഞാൻ ചെമ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അഥവാ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ ഇട്ടിട്ട് നമ്മളൊന്ന് പൊട്ടിയിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾ അളവുണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മല്ലിച്ചപ്പും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് അരി ഇട്ട് കൊടുക്കുക ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ അരി വെന്ത് വന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ദമ്മിടാണ്. മസാല നമുക്ക് ബിരിയാണി ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചപ്പും പുതിനൊന്ന് ഇട്ട് കൊടുത്തേനു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതേപോലെ ഗരം മസാലയിൽ എന്താ കുറവുള്ള വെച്ചെങ്കിൽ അതൊക്കെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു പാക്കറ്റ് തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ പൊരിച്ച കോഴി ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറയുന്ന വാക്കിലൊക്കെ നമ്മൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും തിരുത്താനുള്ളതാണ് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് അടിക്കാനും മറക്കരുത്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്നിതൊന്ന് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് എന്താണ് ഇതിൽ കുറവുള്ള വെച്ചെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ട്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശകലം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിതിൽ നിന്ന് ആവി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഒന്ന് ചോറിന് മേലെ ആവി വരാൻ വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വാഴയിലാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. വാഴയിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ആകുമ്പോൾ നല്ലൊരു ഇതാണല്ലോ ചോറിക്ക് വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള സവാളയും അണ്ടിപ്പരിപ്പും പിന്നെയൊക്കെ പൊരിച്ച് വെച്ചതാണ് കേട്ടോ. അതിൽ മല്ലിച്ചപ്പും അതേപോലെ ഈ മരുന്നുണ്ടല്ലോ പൊടിച്ചത്, ഗരം മസാല, അതൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് ഇട്ട് കൊടുക്കലാണ്. ആദ്യം ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ അത് എല്ലാ സൈഡിലും ആക്കത്തക്ക വിധത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടല്ലോ അത് നമ്മൾ വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉള്ളി പൊരിച്ച ഓയിലാണിട്ടത് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക, ചോറ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ആവി കയറ്റാൻ വെക്കാം. ഇതിൽ ഇപ്പോൾ 7 കിലോന് അരി ഉള്ളത് ഫുൾ ഇതിൽ കൊണ്ടിട്ടില്ല കേട്ടോ. ഇത് കുറച്ച് നമ്മൾ വേറെ ചെമ്പിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് വെൽക്കം ഡ്രിങ്ക് മുന്തിരി ജ്യൂസാണ് കേട്ടോ. അത് കുടിക്കാൻ ചോറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുളിക്കാനും നിസ്കരിക്കാനൊക്കെ പോയപ്പോഴേക്കും ഇവർ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നെയ്യ് ഒഴിക്കുകയാണ്. നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടില്ലല്ലോ, നെയ്യ് ഒഴിച്ചിട്ട് ആകൊന്ന് കുത്തിയെടുക്കുകയാണ്. അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല പറഞ്ഞ പോലെ ഇത് കുറച്ച് വേവ് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തോ ഒരു ചോറ് വെച്ചിട്ട് എന്താ അറിയില്ല, എനിക്ക് ചോറ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകണില്ലായിരുന്നു. ചിലവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ്റെയും ചോറിൻ്റെയും ഒക്കെ വാസന വന്നിട്ട് തന്നെ പൂച്ചകളും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചോറ് വിളമ്പി കൊടുക്കലാണ്. കാക്കാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു നിസ്കാരപ്പള്ളിയുണ്ട് കേട്ടോ. അവിടുത്തെ ഒരു ഉസ്താദിനെ വിളിച്ചിരുന്നു. അവരൊക്കെ ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കുട്ടി സംഘങ്ങളാണ് കേട്ടോ കഴിച്ചിരുന്നത്. പിന്നെ ലാസ്റ്റ് ഞങ്ങളും കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ പെട്ടി റെഡിയാക്കലാണ്, കൊണ്ടുപോകാനുള്ള പിന്നെ പെട്ടിയൊക്കെ റെഡിയാക്കി കൊടുക്കലാണ്. അങ്ങനെ പെട്ടി കെട്ടലൊക്കെ കഴിഞ്ഞ് അവർ പോകാൻ യാത്ര ഇറങ്ങി കേട്ടോ. ഈ സമയത്തുള്ളൊരു വേദന അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും പ്രവാസി ആയിരിക്കണം കേട്ടോ. എന്നാലേ അതൊന്ന് രുചിച്ച് നോക്കാൻ കഴിയുള്ളൂ. കാക്കാക്ക് 3 ആൺകുട്ടികളാണ് കേട്ടുള്ളത്. ഏറ്റവും ഇളയ മോനാണ് കേട്ടോ. അങ്ങനെ കാക്ക അവിടെ എത്തിയെന്ന് വിവരം അറിയിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.